ഒരു ചങ്കെടുപ്പോട് കൂടിയാണ് ഈ ഒരു കാഴ്ച കണ്ടത്. തലനാരിഴയ്ക്ക് രക്ഷപ്പെടുമെന്ന് കേട്ടിട്ടില്ലേ? ഇതാട്ടോ കോഴിക്കോട് കൊടയത്തൂരിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ആ ഒരു ഡ്രൈവറുടെ അസാധ്യമായ മനസാന്നിധ്യവും സമയോചിതമായ ഇടപെടലും കൊണ്ട് മാത്രമാണ് ആ ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റിയത്. സാധാരണ പ്രൈവറ്റ് ബസ്സുകാരെ പറ്റി നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ അശ്രദ്ധയും ഇല്ലായ്മയും വേഗത കൂടുതലേക്കാണ്. പക്ഷേ ഈ ഒരു ഡ്രൈവറെ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ മാതാപിതാക്കളോട് പറയാനുള്ളത്, കുഞ്ഞു മക്കളെ കൊണ്ട് നമ്മൾ റോഡിലോട്ട് ഇറങ്ങുന്ന സമയത്ത് അവരുടെ മേലെ ഒരു 10 കണ്ണെങ്കിലും വേണം കേട്ടോ. കാരണം അവർക്കൊന്നും അറിയില്ല. കാരണം റോഡാണ്, വണ്ടി വരുന്നുള്ള പ്രതീക്ഷയൊന്നും അവർക്കില്ല. എന്തോ സമയം നല്ലതിന്റെ പേരിലും ആ ഒരു ഡ്രൈവറുടെ മനസാന്നിധ്യം കൊണ്ടുകൊണ്ട് മാത്രമായിട്ട് ആ കുട്ടിക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടത്. സത്യം പറഞ്ഞാൽ സ്റ്റക്കായി പോയി എന്നുള്ളതാണ്. ഒരു ചങ്കിടിപ്പോട് കൂടി മാത്രം ആ ഒരു കാഴ്ച. ആ ഒരു ഡ്രൈവറുടെ വാക്കുകൾ കേട്ടിട്ട് വരാട്ടോ, ഒന്ന് കേട്ടു നോക്കേ. സംഭവിച്ചെന്താ, ഇടത്തെ ഭാഗത്ത് ഓട്ടോസ് നിർത്തി ആളെ ഇറക്കിക്കൊണ്ട് നിൽക്കുന്നു. അപ്പോൾ ഒരു പൈതല് അച്ഛൻ പൈസ കൊടുക്കുന്ന ടൈമിൽ പൈതൽ ഇറങ്ങി ഓടി. ആ കുഞ്ഞിന്റെ അമ്മ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നു, അങ്ങോട്ട് ഓടിയതാ. പക്ഷെ പ്രതീക്ഷിക്കാതെ ഞാൻ കാണുന്ന ഓട്ടോറിക്ഷന്റെ മറന്ന് ഇങ്ങോട്ട് ഓടി. നമ്മൾ ബസ്സോടെ എത്തി. കറക്റ്റ് ചവിട്ടി വെട്ടിച്ച് മാറ്റി. എന്തോ ഭാഗ്യത്തിന് കുട്ടി രക്ഷപ്പെട്ട്. നിങ്ങൾ ആ ഓട്ടോന്റെ തൊട്ടടുത്തുനിന്നാ കണ്ടതല്ലേ? ഓട്ടോറിക്ഷന്റെ മറന്ന് ഇങ്ങനെ കയറുന്ന കണ്ടേ. എൻ്റെ ചെറിയ മോളുടെ പ്രായമുള്ള കുട്ടിക്ക് അതാ ചിന്തിച്ചപ്പോൾ ഞാൻ പിന്നെ അപ്പം തന്നെ നിർത്തി. എനിക്ക് കാലും കൈ പറിച്ച് വണ്ടി ഓടിക്കാൻ വയ്യ. ഞാൻ ഇറങ്ങി. പിന്നെ എന്നാ കയറുന്ന വണ്ടിയിൽ ഇപ്പോഴാണ് ബസ് ഓടിക്കുന്നത്. കയറുന്നത്. അതുപോലെ തന്നെ ഈ കുട്ടികളെ രക്ഷിതാക്കള് ഇങ്ങനെ സൂക്ഷിക്കണം. അതിനുവേണ്ടി അന്ന് വീഡിയോ വിട്ട്. ഞാൻ വീഡിയോ പുറത്ത് വിട്ടില്ലായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ വീഡിയോ ഗ്രൂപ്പിൽ ഇട്ടത്. അപ്പോൾ എൻ്റെ കണ്ടക്ടർ പറഞ്ഞ ഗ്രൂപ്പിൽ ഇട്ടാളെ രക്ഷിതാക്കൾ കണ്ടോട്ടെ, കാരണം ശ്രദ്ധിക്കണ്ടേ. ഞാൻ വിടാതെ ശനിയാഴ്ചക്ക്